ജനനത്തിന് മുമ്പ് നിങ്ങളുടെ ആത്മാവ് എവിടെയായിരുന്നു? ബൈബിൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, ഞാൻ ഇതിനു മുമ്പ് എവിടെയായിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കാര്യമല്ല പറയുന്നത്. നിങ്ങൾ ആദ്യമായി ശ്വാസം എടുക്കുന്നതിന് മുമ്പ്, നിങ്ങളുടെ ഹൃദയമിടിപ്പ് തുടങ്ങുന്നതിന് മുമ്പ്, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുന്നു എന്ന് മറ്റാരും അറിയുന്നതിന് മുമ്പ്, നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. നമ്മിൽ പലരും ഒരിക്കലും ഈ ചോദ്യം സ്വയം ചോദിക്കാറില്ല. എന്നാൽ നിങ്ങൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമാണിത്. കാരണം നിങ്ങൾ എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മറ്റൊരു രീതിയിൽ കണ്ടു തുടങ്ങും. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത വലിയൊരു കാര്യമാണ് ബൈബിൾ പറയുന്നത്. ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ്, സൂര്യനോ ചന്ദ്രനോ ഉണ്ടാകുന്നതിന് മുമ്പ്, ആദ്യത്തെ നക്ഷത്രം തിളങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ ദൈവത്തിന് അറിയായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. വെറും ഒരു ചിന്തയിൽ മാത്രമല്ല, നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളെ വ്യക്തിപരമായി പേരെടുത്ത് അറിയാമായിരുന്നു. അത് വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത രീതി തന്നെ മാറും. നിങ്ങളെ ആരും കാണുന്നില്ലെന്നോ, ആർക്കും വേണ്ടാത്തവനാണെന്നോ, അല്ലെങ്കിൽ നിങ്ങളൊരു അബദ്ധമാണെന്നോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ജീവിതം ഒരു ആശുപത്രി മുറിയിൽ തുടങ്ങിയതല്ല, അത് സാക്ഷാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അതുകൊണ്ട് ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആത്മാവ് എവിടെയായിരുന്നു എന്നും, നിങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നും, ഈ വർഷം ഈ സമയത്ത് ഈ സ്ഥലത്ത് ഈ കുടുംബത്തിൽ ദൈവം നിങ്ങളെ എന്തിനാണ് അയച്ചത് എന്നതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് വിശദമായി നമുക്ക് നോക്കാം. സൃഷ്ടിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ആദ്യത്തെ ഓർമ്മയ്ക്ക് മുമ്പ്, ആദ്യമായി ശ്വാസം എടുക്കുന്നതിന് മുമ്പ്, സൂര്യൻ ആദ്യമായി ഉദിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ശൂന്യതയല്ല അവിടെ കാണുന്നത്. കൃത്യമായ ഒരു ഉദ്ദേശം നമുക്ക് കാണാൻ പറ്റും. ദൈവം നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു എന്നും, നമ്മെ തന്റെ സ്വന്തം മക്കളായി ദത്തെടുക്കാനായിട്ട് പദ്ധതിയിടുകയും ചെയ്തു എന്ന് ബൈബിൾ പറയുന്നു. അതിനർത്ഥം നിങ്ങളുടെ ജീവിതം ഒരു മനുഷ്യന്റെ ആശയത്തിൽ നിന്ന് തുടങ്ങിയതല്ല എന്നാണ്. അത് നിങ്ങളുടെ ആത്മാവിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശമായാണ് ആരംഭിച്ചത്. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞ കാര്യമൊന്ന് നോക്കിക്കേ. നിന്നെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുത്തുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. മറ്റുള്ളവർ നിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ നിന്നെ കണ്ടത് എന്നല്ല ദൈവം പറഞ്ഞത്. ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. ദൈവം നമ്മെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് വെറുതെ നമ്മെ കാണുന്നതിലും അപ്പുറമാണ്. വളരെ സന്തോഷത്തോടെ നമ്മെ നോക്കിക്കാണുന്നതും, യാതൊരു സംശയമില്ലാതെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതും, ഒരു ലക്ഷ്യത്തിനു വേണ്ടി നമ്മെ മാറ്റിവെക്കുന്നതുമാണത്. നിങ്ങൾ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന് നിങ്ങളെ അറിയാമായിരുന്നു. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ്, നിങ്ങൾക്കൊരു പേര് ഇടുന്നതിന് മുമ്പ്, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ അവരുടെ കൈകളിൽ എടുക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് നിങ്ങളെ അറിയാമായിരുന്നു. നിങ്ങളുടെ വെറും രൂപം മാത്രമല്ല, നിങ്ങളെ തന്നെ വ്യക്തിപരമായി അറിയായിരുന്നു. നിങ്ങളെ നിങ്ങളാക്കുന്ന ഓരോ ചെറിയ കാര്യവും ദൈവം മുമ്പേ കണ്ടറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു. സങ്കീർത്തനം 139 അധ്യായത്തിൽ ബൈബിൾ പറയുന്നു, എൻ്റെ അമ്മയുടെ ഗർഭഗൃഹത്തിൽ എന്നെ കൂട്ടിയിണക്കിയതും അങ്ങ് തന്നെയാണ് എന്ന്. ആ ഒരു ചിത്രം എത്ര വ്യക്തിപരമാണ് അല്ലേ? മെനഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സാവധാനം, ശ്രദ്ധയോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. ഇതിനർത്ഥം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ധൃതി കാണിച്ചില്ല. അത് വ്യക്തമായൊരു ഉദ്ദേശത്തോടെയായിരുന്നു. നിങ്ങളുടെ ഓരോ കഴിവുകളും, നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഓരോ സവിശേഷതകളും, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗവും വളരെ കരുതലോടെ രൂപപ്പെടുത്താൻ ദൈവം അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ എന്തോ ആണെന്ന് തെളിയിച്ചാൽ മാത്രമേ നമുക്ക് വിലയുണ്ടാകത്തുള്ളൂ എന്ന്. എന്നാൽ സങ്കീർത്തനം 139 അധ്യായം ഇങ്ങനെ പറയുന്നു, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ അവിടുത്തെ കണ്ണ് എന്നെ കണ്ടു. ഈ പിണ്ഡാകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പുള്ള ശരീരത്തിന്റെ ഒരു അവസ്ഥയാണത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ദൈവം നിങ്ങൾക്ക് വില നൽകി. അതിനർത്ഥം നിങ്ങളുടെ മൂല്യം നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട ഒരു സംഭവമല്ല, അത് തുടക്കം മുതലേ നിങ്ങൾക്ക് ലഭിച്ച ഒരു സമ്മാനമാണ്. ഒരുപക്ഷെ പലരും നിങ്ങളെ വില കൽപ്പിക്കാതെ സംസാരിക്കുന്ന ചില വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നീ അബദ്ധവശാൽ ജനിച്ചതാണ്, നിന്നെ ആർക്കും വേണ്ട എന്നൊക്കെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അതൊന്നും കാര്യമില്ല. നിങ്ങൾ ദൈവത്തിന് മൂല്യമുള്ളവരാണ്. ലോകത്തിലുള്ളവർ നിങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ ദൈവം നിങ്ങളെ കണ്ടു എന്നതാണ് സത്യം. നിങ്ങളുടെ രൂപത്തെ മാത്രമല്ല കണ്ടത്, തന്റെ സ്വന്തം സാദൃശ്യം വഹിക്കുന്ന ഒരു ആത്മാവിനെയാണ് ദൈവം അവിടെ കണ്ടത്. നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ നോക്കാം. ദൈവം നിങ്ങളെ മുൻകൂട്ടി കണ്ട് വളരെ കരുതലോടെയാണ് സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വന്നത്? ബൈബിൾ ഇതിന് വ്യക്തവും നല്ല മനോഹരമായൊരു ഉത്തരം തരുന്നുണ്ട്. സഭാപ്രസംഗി 12 അധ്യായം 7 വാക്യം പറയുന്നു, പൂഴി അത് വന്ന മണ്ണിലേക്കും ആത്മാവ് അതിന്റെ ദാതാവായ ദൈവത്തിങ്കലേക്കും മടങ്ങുന്നു എന്ന്. അതിനർത്ഥം നിങ്ങളുടെ ആത്മാവ് ഒരു സുപ്രഭാതത്തിൽ വെറുതെ ഉണ്ടായ ഒന്നല്ല, അതൊരു സമ്മാനമാണ്. ദൈവത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നൽകപ്പെട്ട ഒന്നാണ്. മനുഷ്യരാശി എങ്ങനെയാണ് തുടങ്ങിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 7 വാക്യം പറയുന്നു, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി,
അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ദൈവം ഒരു ജീവനുള്ള ആത്മാവിനെ സൃഷ്ടിച്ചതിന്റെ ആദ്യത്തെ ചിത്രമാണത്. അത് മുഖാമുഖം നിൽക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ്. ദൈവം തന്റെ ശ്വാസം തരുന്നത് വരെ അവിടെ ജീവൻ ഉണ്ടായിരുന്നില്ല. ആ ശ്വാസം തന്നെയാണ് ഓരോ മനുഷ്യന്റെയും ആത്മാവിന് ജീവൻ തരുന്നത്. ഇത് തന്നെയാണ് ഓരോ ജീവനെയും പവിത്രമാക്കുന്നത്. നിങ്ങൾ ജീവശാസ്ത്രപരമായ ഒരു സൃഷ്ടി മാത്രമല്ല, മാതാപിതാക്കളുടെ DNA ഫലം മാത്രമല്ല. നിങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് നേരിട്ട് വന്ന ആത്മാവാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിന് തരാൻ പറ്റാത്ത കാര്യങ്ങൾക്കും അപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത്. വെറുതെ ജീവിച്ച് മരിക്കുന്നതിന് പകരം ജീവിതത്തിന് എന്തോ ഒരു അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ആത്മാവിന് അതിന്റെ ഉറവിടം അറിയാം. സെക്കര്യാവ് 12-ാം മനുഷ്യരുടെ ആത്മാക്കളെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന യഹോവ എന്നാണ് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്. അതിനർത്ഥം ആരുടെയോ ആത്മാവിനെ മാറ്റി, അതായത് റീസൈക്കിൾ ചെയ്ത ആത്മാവോ ഈ പ്രപഞ്ചത്തിൽ നിന്ന് കടമെടുത്ത ഊർജമോ അല്ലെങ്കിൽ പ്രകൃതിക്ക് പറ്റിയ ഒരു അബദ്ധമോ അല്ല നിങ്ങൾ എന്നാണ്. അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നെ രൂപപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്നതോ എന്തൊക്കെ അനുഭവിച്ചു എന്നതോ പ്രശ്നമല്ല. നിങ്ങളുടെ ജീവിതത്തിന് അതിൻ്റെതായ വിലയുണ്ട്. നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൽ നിന്നാണ് ഉരുവാകുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ എന്തിനാണ് അതിനെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്തിനാണ് ഈ ഭൂമി, ഈ സ്ഥലം, ഈ കുടുംബം എന്നൊക്കെ? ബൈബിൾ പറയുന്നത് ദൈവം ഒരു കാര്യവുമില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ ഒന്നും ചെയ്യില്ല എന്ന്. നിങ്ങളുടെ ജീവിതം നിത്യത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള വെറുമൊരു സ്റ്റോപ്പ് അല്ല, അതൊരു വലിയ കഥയുടെ ഭാഗമാണ്. ഉൽപ്പത്തി 1-ാം ദൈവം പറഞ്ഞു, നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കാം എന്ന്. അതിനർത്ഥം മറ്റാർക്കും കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ സാദൃശ്യം പ്രതിഫലിപ്പിക്കാനാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. സ്നേഹിക്കാനും പുതിയവ സൃഷ്ടിക്കാനും നല്ലത് തിരഞ്ഞെടുക്കാനും ദൈവത്തെ വ്യക്തിപരമായി അറിയാനും ദൈവത്തിന്റെ സാദൃശ്യം ഈ ലോകത്തേക്ക് കൊണ്ടുവരാനുമാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കിട്ടിയ കുറച്ചു കാലം വെറുതെ ജീവിച്ച് തീർക്കാൻ മാത്രമല്ല നിങ്ങളിവിടെ ഉള്ളത്. ദൈവത്തെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിൽ ദൈവത്തിന്റെ പ്രതിച്ഛായ വഹിക്കാനാണ് നിങ്ങളിവിടെ ഉള്ളത്. ദൈവം ഒരു ആത്മാവിനെ ഈ ലോകത്തേക്ക് അയച്ചിട്ട് വെറുതെ മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം നമ്മോട് കൂടെയുണ്ട്, നമ്മോട് കൂടെ നടക്കുന്നു. നമ്മെ വഴി നടത്താൻ ദൈവത്തിന്റെ വചനവും ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനെയും നമ്മെ വീണ്ടെടുക്കാൻ തന്റെ പുത്രനെയും ദൈവം നമുക്ക് തന്നു. എന്തിനാണ് നിങ്ങളിവിടെ നിലനിർത്തിയിരിക്കുന്നത് എന്ന് കണ്ടെത്താനും ആ വിളിയെ മനസ്സിലാക്കി ധൈര്യത്തോടെ ജീവിച്ചു തീർക്കാനുമുള്ള ഒരു അവസരമാണ് ഓരോ ദിവസവും. ഈ വലിയ ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് എന്നെ അറിയാമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ആത്മാവ് വേറെ എവിടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലായിരുന്നോ എന്നാണോ ഇതിനർത്ഥം? ഞാൻ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് നല്ല ഓർമ്മകളും നല്ല ബന്ധങ്ങളും ഒരുപക്ഷെ നല്ല അനുഭവങ്ങളും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചില വിശ്വാസങ്ങളും തത്വശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നത് ആത്മാക്കൾ മറ്റൊരു ലോകത്ത് ജീവനോടെ ഉണ്ട് എന്നും അല്ലെങ്കിൽ നമ്മൾ പല ജന്മങ്ങൾ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബൈബിൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ബൈബിൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം നമ്മെ അറിഞ്ഞു, നമ്മെ തിരഞ്ഞെടുത്തു, നമ്മുടെ ജീവിതം പ്ലാൻ ചെയ്തു എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് മുമ്പ് നാം വേറൊരു ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് ബൈബിൾ എവിടെയും പറയുന്നില്ല. നമ്മുടെ ഊഴം കാത്ത് നമ്മൾ സ്വർഗത്തിൽ അലഞ്ഞു നടന്നു എന്ന് പറയുന്ന ഒരു വചനവും ബൈബിളിലില്ല. പകരം ദൈവത്തിന്റെ മനസ്സിലും ഹൃദയത്തിലും നമ്മൾ ഉണ്ടായിരുന്നു എന്നതിനെയാണ് ബൈബിൾ ഊന്നി പറയുന്നത്. അത് മറ്റെന്തിനേക്കാളും ശക്തമായ ഒന്നാണ്. നമ്മൾ മറക്കപ്പെട്ടവരല്ല, ഊർജം പോലെ ഒഴുകി നടക്കുന്നവരുമല്ല എന്നാണ് ഇതിനർത്ഥം. ദൈവത്തിന്റെ പ്ലാനിൽ നാം പൂർണ്ണ സുരക്ഷിതരായിരുന്നു. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് നിങ്ങളെ അറിയാമായിരുന്നു. വളരെ സ്നേഹത്തോടെയാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഒരു കൃത്യമായ ലക്ഷ്യത്തോടെയാണ് നിങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചത്. ഇപ്പോ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കൂടെ നടന്ന് ആ ലക്ഷ്യത്തിന്റെ പൂർണ്ണതയിൽ ജീവിക്കാനാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ യഥാർത്ഥ തുടക്കം നിങ്ങൾ ആദ്യമായി ശ്വാസം എടുത്തപ്പോഴല്ല ഉണ്ടായത്. നിങ്ങളുടെ യഥാർത്ഥ തുടക്കം ദൈവത്തിന്റെ ഹൃദയത്തിലായിരുന്നു. അവിടേക്ക് തന്നെ തിരിച്ചു ചെല്ലുന്നതുവരെ നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.